വൈറ്റ് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ വെള്ളൈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ കഷ്ണങ്ങൾ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ നമുക്ക് ഇപ്പോൾ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടത്. വലിയ നാരങ്ങയാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആണെങ്കിലും മതി കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൽ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് റെഡിയായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. കൂടുതൽ സമയം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കി ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ കേട്ടോ, 1 തക്കോലം, 5 ഗ്രാമ്പു, പിന്നെ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം കറുകപ്പട്ട. ഇതൊന്ന് പൊട്ടിച്ച് 2-3 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കൽപ്പാശി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ ആണ്. ഇതൊരു 2-3 കഷ്ണം, അത്രയും മതി. നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു മിനിറ്റോളം സമയം. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്കും നെയ്യിലേക്കും ഒക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. നല്ലൊരു മണവും വരും. അപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് 1 പോട്ട് റെസിപ്പിയാണ്. ഈ ഒരു കുക്കർ മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും. വലിയ പരിപാടികളൊന്നുമില്ല. ഇതിൽ സവാള ഫ്രൈ ചെയ്യലോ അങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാളയുണ്ട് കേട്ടോ. ഒരു 3 വലിയ സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ സവാളയിലേക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലപോലെ നമുക്കൊന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണുണ്ട് സവാള. ആ ഒരു രീതിയിൽ തന്നെ വരണം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ. 2 കപ്പ് അളവ്, 250 ml കപ്പിൽ 2 കപ്പ് അളവ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് കുതിർത്തിയെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒന്ന് മുറിച്ച് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. എരിവ് കുറവുള്ള പച്ചമുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 6-7 ഒക്കെ ഈ സമയത്ത് ചേർക്കാം. പിന്നെ ഒരു 15 വെളുത്തുള്ളി, വലുതാണെങ്കിൽ 15 എണ്ണം എടുക്കുന്നത്. ഇപ്പോൾ ചെറുതൊക്കെ ആയ കാരണമാണ് കുറച്ചധികം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആവണമെന്നില്ല, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷായിട്ട് വന്നാലും മതി കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 2 നല്ല പഴുത്ത തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കാഷ്നട്ടും കൂടെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ ഒരു ജ്യൂസ് കാര്യങ്ങളൊക്കെ മതിയാവും ഇത് അരഞ്ഞു വരാൻ കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, തക്കാളിയും കാഷ്നട്ടും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കിങ്ങനെ സവാള വഴച്ചെടുക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സമയവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആയി വരണുണ്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളക് നന്നായിട്ട് തന്നെ മാറി വരണം. അതോടൊപ്പം സവാളയും ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരും കേട്ടോ. ഇപ്പോൾ കണ്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് ചിക്കനൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തിരുന്നു. എന്നാലും 1 ടീസ്പൂണും കൂടെ ഞാൻ കുരുമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ, ഒരുപാട് അളവിൽ വേണ്ട. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും തന്നെ ചേർക്കില്ല. വെള്ള ചിക്കൻ ബിരിയാണിയല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ പിടി മല്ലിയില മുറിച്ചതുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ പിടി പുതിനയില അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തക്കാളി കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെയാണിത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. അതായത് വെയിറ്റ് ഒന്നും ഇടുന്നില്ല, അല്ലാതെ ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടു, ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ പക്ഷേ കുക്കായിട്ടൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയുക, ഒരു പകുതിയോളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുള്ളൂ. ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നൊരു 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ബസ്മതി റൈസ് ഉണ്ടല്ലോ, 2 കപ്പ് അളവിൽ ബസ്മതി റൈസ് അരമണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അത് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് അല്ല എടുത്തത്. 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടത്. ആ ഒരു അളവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് എടുക്കുമ്പോൾ 3 കപ്പ് അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് കുഴപ്പമില്ല, ചിക്കനും ഒന്ന് കുക്കായിട്ട് വരണ്ടേ. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് പതുക്കെ കുഴഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ വെള്ളത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഉപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാം അവിടെ ഒന്ന് ആയിക്കോട്ടെ. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചിട്ട് കൊടുക്കുക. 1 വിസിൽ വരണ വരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. 1 വിസിൽ വന്നതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ വെന്ത് കുഴയാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാം ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് നമുക്ക് ഇളക്കണ്ട. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിലിട്ട് നമ്മൾ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒക്കെ കൂടെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇത് പ്രഷർ കുക്കർ ബിരിയാണിയാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ കുക്കർ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ കുഴഞ്ഞ പോലെ ഇരിക്കും. പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരിക. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളി ചിക്കൻ ബിരിയാണി
അല്ലെങ്കിൽ വൈറ്റ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളർ എങ്ങനെയാണെന്നുള്ള പക്ഷെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്കിത് റൈത്തയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാം കേട്ടോ.